നൽകണം അല്ലാഹ്. മാരകമായ രോഗം തന്ന് ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല റഹ്മാനേ. ക്യാൻസർ, ട്യൂമർ പോലത്തെ മാരകമായ അസുഖങ്ങൾ ഞങ്ങൾക്കാർക്കും നൽകല്ല അല്ലാഹ്. അത്തരത്തിലുള്ള രോഗാണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഞാനോടെ ബറക്കത്ത് കൊണ്ട് ആ രോഗാണുക്കളൊക്കെ നീ നശിപ്പിക്കണം അല്ലാഹ്. യാ റബ്ബേ യാ അല്ലാഹ്, ഞങ്ങളുടെ ഹൃദയത്തിൽ നീ കരുണയുടെ വാതിലുകൾ തുറന്നു തരണം റഹ്മാനേ. ജീവിതത്തിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. സഹജീവികളോട്, സുഹൃത്തുക്കളോട്, അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തോട്, ഉമ്മത്തോട് ഒരുപാട് അവരോടൊക്കെ കരുണ ചെയ്യാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. ഞങ്ങളെ മനസ്സിനെ നീ കടുകട്ടിയുള്ള മനസ്സാക്കല്ല അല്ലാഹ്. ഖൽബിയായ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണം റഹ്മാനേ. ആരോടും അസൂയയില്ലാത്ത, അതുപോലെ കിബറില്ലാത്ത, റിയായില്ലാത്ത, അജ്ബില്ലാത്ത നല്ല ഹൃദയം ഞങ്ങൾക്കൊക്കെ നീ നൽകണം അല്ലാഹ്. യാ റബ്ബേ അല്ലാഹ്, ഞങ്ങളെ സാന്ത്വനം സെന്റർ വല്ലാതെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അതിലേക്ക് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് ബെഡ് വാങ്ങി തന്നവർ, വീൽചെയർ വാങ്ങി തന്നവർ, വാക്കർ വാങ്ങി തന്നവർ, അതിലേക്ക് ഏതെങ്കിലും രൂപത്തിൽ സഹായിച്ച ആളുകൾ എല്ലാവർക്കും നീ ഖൈറ് നൽകണം അല്ലാഹ്. അതിലേക്ക് കസേരകൾ ഓഫർ ചെയ്ത ഉമ്മമാര് വരെയുണ്ട്. അവർക്കൊക്കെ നീ ഖൈറ് നൽകണം അല്ലാഹ്. യാ റബ്ബേ യാ അല്ലാഹ്, ഞങ്ങളുടെ നാട്ടിൽ നീ ശാന്തിയും സമാധാനവും നൽകണം റഹ്മാനേ. ഞങ്ങളുടെ രാജ്യത്ത് പല നിയമങ്ങളും പേടിക്കപ്പെടുന്ന നിയമങ്ങളും മതേതരത്വത്തെ നശിപ്പിക്കുന്ന ഭരണാധികാരികൾ കൊണ്ടുവരുന്നു. പടച്ചോനെ, ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണം അല്ലാഹ്. SIR പോലത്തെ നിയമങ്ങൾ പടച്ചോനെ നീ തടയിടണം അല്ലാഹ്. നീ ഇന്നകാല കുല്ലി ശൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ് നീ. യാ റബ്ബേ യാ അല്ലാഹ്, ഇത്തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന നിയമങ്ങളെ തൊട്ട് ഞങ്ങളുടെ നാടിനെ, മുസ്ലിം ഉമ്മത്തിനെ നീ കാക്കണം അല്ലാഹ്. ഈ നാട്ടിൽ, ഞങ്ങളുടെ രാജ്യത്ത് നീ ശാന്തിയും സമാധാനവും നൽകണം റഹ്മാനേ. അക്രമികളായ ഭരണാധികാരികളെ നീ പരാജയപ്പെടുത്തണം അല്ലാഹ്. നീ അവർക്ക് വേണ്ടത് നൽകണം അല്ലാഹ്. യാ റബ്ബേ യാ അല്ലാഹ്, ഫിലിസ്തീനിൽ ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരന്മാർ വീണ്ടും അവിടെ യുദ്ധം നടക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അവർക്ക് നീ സമാധാനം നൽകണം അല്ലാഹ്. അവർക്ക് നീ സലാമത്ത് നൽകണം.